أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ബഹുമാന്യ ശ്രോതാക്കളെ, ഈ വിനീതൻ ഈ സംസാരം നടത്തുന്നതിനുള്ള പ്രചോദനമായിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി നേതാവും പ്രമുഖ പണ്ഡിതനുമായ EN ഇബ്രാഹിം മൗലവി. അദ്ദേഹം വിനീതൻ്റെ നാട്ടുകാരനാണ് എന്ന് മാത്രമല്ല, അഹമ്മദിയ ജമാഅത്തിനെതിരിൽ പ്രവർത്തിക്കുന്ന അനഹമ്മദി കൂട്ടായ്മയായ, അതായത് ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, സുന്നി എന്ന് വേണ്ട നാനാവിധ സംഘടനകളുടെയും ഒരു കൂട്ടായ്മ കൊടിയത്തൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്നു, അഞ്ജുമൻ ഇശാഅത്തെ ഇസ്ലാം എന്ന പേരിൽ. അവരുടെ പ്രമുഖ പണ്ഡിതനാണ് EN ഇബ്രാഹിം മൗലവി. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന ഒരു ഇൻ്റർവ്യൂ ദ നൈറ്റ് എന്ന യൂട്യൂബ് ചാനൽ ഈ അടുത്ത ദിവസം പുറത്തുവിടുകയുണ്ടായി. അതിൽ അദ്ദേഹം തൻ്റെ പഠനത്തെ സംബന്ധിച്ചും ജീവിത കുടുംബ സാഹചര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ നിലയിൽ വിവരണങ്ങൾ നൽകുന്നുണ്ട്. കൂട്ടത്തിൽ കൊടിയത്തൂരിൽ നടന്ന മുബാഹലയെ സംബന്ധിച്ച ചില പരാമർശങ്ങളും അദ്ദേഹം നടത്തുകയുണ്ടായി. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത മാന്യ സഹോദരൻ മുബാഹലയെ സംബന്ധിച്ച ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ഉന്നയിക്കുകയും അതിന് വളരെയേറെ തെറ്റിദ്ധാരണാജനകമായ നിലയിൽ ചില കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ നിന്നും ബഹുദൂരം മാറിക്കൊണ്ട് അഹമ്മദിയ ജമാഅത്തിനെതിരിൽ അതിൻ്റെ എതിരാളികൾ എക്കാലവും സ്വീകരിച്ചു വരുന്ന ആ വ്യാജത്തിൻ്റെയും തെറ്റിദ്ധരിപ്പിക്കലിൻ്റെയും ആ ഒരു ശൃംഖല തന്നെയാണ് ഇബ്രാഹിം മൗലവി തൻ്റെ ആ ഇൻ്റർവ്യൂവിലും പുറത്തെടുത്തിട്ടുള്ളത്. ഒന്നാമതായിട്ട്, ഈ മുബാല ആഹ്വാനം അഹമ്മദിയ ജമാഅത്ത് പ്രചരിപ്പിച്ചു തുടങ്ങിയത് സിയാഉൽ-ഹക്കിൻ്റെ മരണം സംഭവിച്ച ശേഷം. അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായി. അഹമ്മദിയ ജമാഅത്തിനെതിരായിട്ട് അക്രമപരമായ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന പാകിസ്ഥാനിലെ ഏകാധിപതിയുടെ വിമാനാപകടത്തിലുള്ള മരണം സംഭവിച്ച ശേഷമാണ് ഖാദിയാനികൾ മുബാലയുമായി രംഗത്ത് വന്നതെന്നും അദ്ദേഹത്തിൻ്റെ മരണം പ്രസ്തുത മുബാലയുടെ ഫലമാണ് എന്ന് അഹമ്മദികൾ തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ട് ഈ മുബാലയുടെ പ്രചാരണം ആരംഭിച്ചു എന്ന രൂപേണയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിലടുക്കാണ് ഇവരുടെ ഖലീഫൻ്റെ ഒരു വെല്ലുവിളി. അതായത് സിയാഉൽ-ഹക്ക്, പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന സിയാഉൽ-ഹക്ക് അപകടത്തിൽ മരിച്ചു, വിമാനാപകടത്തിൽ. അപ്പോൾ അത് ഞങ്ങളുടെ മുബാഹലയുടെ ഫലമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ രംഗത്ത് വരുന്നത്. എന്നിട്ട് അവർ മുസ്ലിം ലോകത്തെ മൊത്തത്തിൽ മുബാരക്ക് വേണ്ടി വെല്ലുവിളിച്ചു. വളരെ തെറ്റിദ്ധാരണജനകമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ, ഈ മുബാല പ്രഖ്യാപിക്കുവാൻ കാരണക്കാരനായത് തന്നെ ജനറൽ സിയാഉൽ-ഹക്കാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ പരമോന്നത ഭരണാധികാരിയായ സിയാഉൽ-ഹക്ക് 1984 ഏപ്രിൽ 30 ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യനെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള കരാളമായ ഒരു നിയമം, ആന്റി അഹമ്മദിയ ഓർഡിനൻസ് എന്ന പേരിൽ അവിടുത്തെ മതതീവ്രവാദികളുടെ പിന്തുണ ലഭിക്കുവാൻ എന്ന വണ്ണം അദ്ദേഹം അവരുടെ പ്രേരണയാൽ സിയാഉൽ-ഹക്ക് പുറപ്പെടുവിക്കുകയുണ്ടായി. അഹമ്മദികളുടെ പ്രാഥമികമായ വിശ്വാസ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ പരിപൂർണമായി റദ്ദു ചെയ്യുന്ന കാടൻ നിയമമായിരുന്നു അത്. തുടർന്ന് അഹമ്മദിയ ജമാഅത്തിനെതിരായി നിരവധി പ്രസ്താവനകളുമായി അദ്ദേഹം താനൊരു ഭരണത്തലവനാണെന്ന ആ ഒരു ബോധം പോലുമില്ലാതെ കേവലം മുല്ലമാരുടെ അതേ ശൈലിയിൽ സിയാഉൽ-ഹക്ക് രംഗത്ത് വരികയുണ്ടായി. അവസാനം അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാമിനെതിരായിട്ട് അത്യന്തം അപകടകരവും ജുഗുപ്സാവഹവുമായ പ്രചാരണം സിയാഉൽ-ഹക്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവിടെ നടത്തപ്പെടുകയുണ്ടായി. അതായത് അഹമ്മദിയ ജമാഅത്തിനെതിരിൽ തെരുവ് പ്രസംഗമെല്ലാം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിൻ്റെ നാമം അസ്ലം ഖുറൈശി എന്നായിരുന്നു. ഈ അസ്ലം ഖുറൈശിയുടെ തിരോധാനമുണ്ടായി. അസ്ലം ഖുറൈശി നാട്ടിൽ വിട്ട് എവിടേക്കെങ്ങോ പോയി മറിഞ്ഞു. കാണാതായ അസ്ലം ഖുറൈശിയെ അഹമ്മദികൾ വധിച്ചതാണ് എന്നുള്ള പ്രചാരവേല പാകിസ്ഥാനിലെ മുല്ലാക്കൾ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല,
അതിൻ്റെ മുമ്പിൽ ജനറൽ സിയാവുലക്ക് തന്നെ ഒന്നാമനായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊല്ലിച്ചത് അസുരത് മിർസ താഹിർ അഹമ്മദ് അന്നത്തെ ആ ജമാഅത്തിന്റെ 4ാമത്തെ ഖലീഫയാണ് എന്ന് പോലും ഇവർ പ്രചാരണം തുടങ്ങുകയും അവസാനം ലണ്ടനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന അമീറുൽ മുഅ്മിനീനെ വ്യാജമായ നിലയിലൊരു വ്യക്തിയെ മാപ്പുസാക്ഷിയായി കൊണ്ടുവന്നുകൊണ്ട് ഇന്റർപോൾ മുഖേന ജമാഅത്തിന്റെ ഇമാമിനെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരികയും അസ്ലം ഖുറൈശിയുടെ വധത്തിന്റെ ഉത്തരവാദിത്തം കെട്ടിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ വധിക്കുവാനുള്ള അന്തിമമായ ഗൂഢാലോചന നടക്കുന്നതായി വളരെ ആധികാരിക കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചപ്പോഴാണ് നിരന്തരമായി അഹമ്മദിയ ജമാഅത്തിനെതിരിൽ അവിടെ ഉന്നയിക്കപ്പെടുന്ന ഈ മറ്റാരോപണങ്ങളെയും ഏറ്റവും പ്രധാനമായ ഈ ഒരു ആരോപണത്തെയും നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം 1988 ജൂൺ 10 വെള്ളിയാഴ്ചയിലെ ജുമുഅ ഖുതുബയിൽ അമീറുൽ മുഅ്മിനീൻ മുബാഹല ആഹ്വാനം ചെയ്തു. മുബാഹലയിലെ ഒന്നാമത്തെ സംബോധിതൻ തന്നെ ജനറൽ സിയാവുലക്കായിരുന്നു. തുടർന്നുകൊണ്ട് അവിടുത്തെ ശരീഅത്ത് കോടതി എന്ന് പറയുന്ന മതവിചാരണ കോടതിയിലെ ജഡ്ജിമാർ അഹമ്മദികൾ അമുസ്ലിം ന്യൂനപക്ഷമാണെന്ന് പ്രഖ്യാപിച്ച റാബിത്തുൽ ആലമിൽ ഇസ്ലാമിയിലെ പണ്ഡിതന്മാർ, ഇങ്ങനെ അഹമ്മദിയ വിരുദ്ധ പ്രവർത്തനത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്ന പണ്ഡിതന്മാരെയും സംഘടനകളെയും ഒന്നാമതായി ജനറൽ സിയാവുലക്കിനെയും ആയിരുന്നു മുബാഹലയിൽ സംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇടയ്ക്ക് ലോകത്തുള്ള മുസ്ലിങ്ങളെ മൊത്തത്തിൽ മുബാഹലക്ക് വെല്ലുവിളിച്ചു എന്നുള്ള ഒരു വ്യാജവും തട്ടിവിടുന്നുണ്ട്. തികച്ചും വ്യാജമായ ഒരു ആരോപണമാണ് അതും. മുബാഹല പ്രത്യേകമായി തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് സിയാവുലക്കും അവിടുത്തെ ശരീഅത്ത് കോടതി ജഡ്ജിമാരും റാബിത്തയിലെ പണ്ഡിതന്മാരും ഇങ്ങനെയുള്ള വ്യക്തികളെ, അതേപോലെ അഹമ്മദിയ ജമാഅത്തിനെതിരിൽ വ്യാജ പ്രചാരകൾ നടത്തി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥകാരന്മാർ ഉൾപ്പെടെയുള്ള അഹമ്മദിയ വിരുദ്ധ പ്രവർത്തകരായിരുന്നു മുബാഹലയിലെ അഭിസംബോധിതർ. അങ്ങനെ മുബാഹല പ്രഖ്യാപിക്കപ്പെടുന്നു. ഈ പ്രഖ്യാപനത്തിന് ശേഷവും ജനറൽ സിയാവുലക്ക് അഹമ്മദിയ ജമാഅത്തിനെതിരായിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ മുൻകടക്കുകയും തൻ്റെ തെറ്റായ നിലപാടുകളിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകുവാൻ തയ്യാറാവാതെ തൻ്റെ ഈ പ്രവർത്തനം തുടർന്നു വന്ന സാഹചര്യത്തിൽ 1988 ഓഗസ്റ്റ് 12 വെള്ളിയാഴ്ച നടത്തിയ ജുമുഅ ഖുതുബയിലൂടെ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം സിയാവുലക്കിന് പ്രത്യേകമായി വീണ്ടും താക്കീത് നൽകിക്കൊണ്ട് സിയ മുബാഹല സ്വീകരിച്ചു എന്ന് തൻ്റെ നാവ് കൊണ്ട് പറഞ്ഞാലും ഇല്ലെങ്കിലും തൻ്റെ പ്രവർത്തനങ്ങൾ മുഖേന അദ്ദേഹം മുബാഹലയുടെ ഈ ഒരു ശാപത്തിന് ഇരയായി കഴിഞ്ഞുവെന്നും ദൈവീക വിധിയുടെ ആട്ടുകൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നും ഒരിക്കലും സിയാവുലക്കിന് രക്ഷപ്പെടുവാൻ, ദൈവശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല എന്നുള്ള അന്തിമമായ താക്കീത് സിയാവുടെ മരണത്തിന് കൃത്യമായ 5 ദിവസം മുമ്പ് അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് നൽകുകയുണ്ടായി. അങ്ങനെ 1988 ഓഗസ്റ്റ് 17 ബുധനാഴ്ച സിയാവുലക്കും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും സഞ്ചരിച്ചിരുന്ന അത്യന്താധുനികമായ അമേരിക്കൻ വിമാനം, അമേരിക്കൻ അംബാസിഡറും ഉന്നത സൈനിക ഓഫീസർമാരും ഉൾപ്പെടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വിമാനം ആകാശത്തിന്റെ അനന്തതയിൽ നിന്ന് തകരുകയും സിയാവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും നശിച്ചൊടുങ്ങുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഈ മുബാഹലയുടെ ആഹ്വാനം ലോകവ്യാപകമായി അഹമ്മദിയ ജമാഅത്ത് പ്രചരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ കേരളക്കരയിലും ഈ മുബാഹല ആഹ്വാനം ലക്ഷക്കണക്കിന് കോപ്പി വിതരണം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ അഹമ്മദിയ ജമാഅത്തിനെതിരായി ഉന്നയിക്കപ്പെടുന്ന ഈ ആരോപണങ്ങളെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത ആ പ്രാർത്ഥന ആഹ്വാനത്തിന്റെ വൃത്താന്തം ലോകത്ത് അഹമ്മദിയ ജമാഅത്ത് എത്തിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഇ.എൻ. ഇബ്രാഹിം മൗലവി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ അഞ്ചുമൻ ഇശാഅത്ത് എന്ന് പറയുന്ന സംഘടനയും ഇതേ ഒരു വ്യാജമായിരുന്നു പറഞ്ഞിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഖാദിയാനികൾ സിയാവുലക്കിനെ ഒരിക്കലും മുബാഹല ആഹ്വാനം ചെയ്തിട്ടില്ല, സിയാവുലക്ക് ഈ കാര്യങ്ങളൊന്നും അറിയുകയില്ല. പക്ഷേ സിയാവുലക്കിന്റെ മരണം സംഭവിച്ച ശേഷം അത് തങ്ങളുടെ മുബാഹലയുടെ ഫലമാണെന്ന വ്യാജമായ അവകാശവാദമാണ് അഹമ്മദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അന്നേ ഇക്കോട്ടത്തിൽ പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ ഒരു പ്രവൃത്തിയാണിത്. അഹമ്മദിയ ജമാഅത്തിന്റെ പിന്നിൽ ദൈവികമായ സഹായമാണ്, ദൈവിക കരങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ
ആ 25/9/88 സെപ്റ്റംബർ മാസം 25 മാധ്യമം പത്രം തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കള്ളം ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ പത്രം തന്നെ പൊളിച്ചുകൊണ്ടുള്ള വാർത്ത വരികയാണ്. അതായത് പാകിസ്ഥാനിലെ ഖത്മുൻ നുബുവത്ത് സംഘടന, അഹമ്മദിയ ജമാഅത്തിനെതിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിലെ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന മൗലാന മൻസൂർ അഹമ്മദ് ചീനിയോട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രസ്താവന മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ് പറയുന്നതെന്നല്ലേ? മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയാണ്, ഷിയായുടെ മരണത്തിൽ ഖാദിയാനികൾക്ക് പങ്ക് ഉണ്ട് എന്ന്. കറാച്ചി, പ്രസിഡന്റ് സിയാഉൽ ഹഖ് വിമാനാപകടത്തിൽ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രം മുമ്പ് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് ഗുരുതരമായ ഭവിഷ്യത്തിനെ കുറിച്ച് താക്കീത് നൽകിക്കൊണ്ട് ഖാദിയാനി നേതാവ് മിർസ താഹിർ അഹമ്മദ് ചെയ്ത പ്രസംഗം അപകടത്തെക്കുറിച്ച അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ലോക പ്രവാചകത്വ പരിസമാപ്തി മിഷനറി മൗലാന മൻസൂർ അഹമ്മദ് ആവശ്യപ്പെട്ടു. ഭാഗൽപൂർ ദുരന്തത്തിൽ ഖാദിയാനികൾക്ക് പങ്കുണ്ടെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ സിയാഉൽ ഹഖിനെ സംബന്ധിച്ച് ഖാദിയാനി ഖലീഫ ആഹ്വാനത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല, മുബാലയുടെ വൃത്താന്തമേ അറിഞ്ഞിട്ടില്ല, ഷിയായുടെ മരണത്തിന് ശേഷമാണ് ഈ മുബാല പ്രചരണം ആരംഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെയാണ് വ്യക്തമായ നിലയിൽ അദ്ദേഹത്തിന്റെ അപകടത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഖാദിയാനി ഖലീഫ സിയാഉൽ ഹഖിന് ഗുരുതരമായ ഭവിഷ്യത്ത് നേരിടുമെന്ന് വിളംബരപ്പെടുത്തിയിരുന്നു, താക്കീത് നൽകിയിരുന്നു എന്ന സത്യം അഹമ്മദിയ ജമാഅത്തിന്റെ എതിരാളി പാകിസ്ഥാനിലെ സമുന്നതനായ എതിർ പണ്ഡിതൻ മൻസൂർ അഹമ്മദ് ചീനിയോട്ടിയുടെ പ്രഖ്യാപനം മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം വ്യക്തമായ നിലയിൽ മുബാലയിലെ ഒന്നാം അഭിസംബോധിതനായ സിയാഉൽ ഹഖ്, ആ സിയാഉൽ ഹഖിന് മുബാല ആഹ്വാനത്തിന് ശേഷം പ്രത്യേകമായി വീണ്ടും താക്കീത് നൽകിയ കാര്യമാണ് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇ.എൻ. ഇബ്രാഹിം മൗലവി പച്ചയായ ഒരു കള്ളം നേരത്തെ തന്നെ അവർ ഉന്നയിച്ചുകൊണ്ടിരുന്ന അതേ കള്ളമാണ് പ്രസ്തുത ഇന്റർവ്യൂവിലും നടത്തിയിട്ടുള്ളത് എന്ന് ഇവിടെ വ്യക്തമാവുകയാണ്. ഈ മുസ്ലിം ലോകത്തെ മൊത്തത്തിൽ മുബാരക്ക് വിളിച്ചു എന്ന അദ്ദേഹത്തിൻ്റെ ആ വെളിപ്പെടുത്തലും കള്ളമാണെന്ന് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. കാരണം മുബാരക്ക് ആഹ്വാനം ചെയ്യുന്നത് ആരെയാണ് എന്ന് വളരെ വ്യക്തമായ നിലയിൽ തന്നെ ആ മുബാല ആഹ്വാനത്തിൽ വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ആ വിഷയത്തെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ട് അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു എന്നുള്ള രൂപേണ അത് പണ്ടേ ഉള്ള ഒരു പല്ലവി പാടിക്കൊണ്ടിരിക്കുന്നു ആ വ്യാജ ആരോപണം. സിയാഉൽ ഹഖ് പിന്നെ അവരെ മുസ്ലിങ്ങളായി പ്രഖ്യാപിച്ചല്ലോ, അങ്ങ് മുസ്ലിം ന്യൂനപക്ഷമായിട്ട്. അപ്പോൾ പിന്നെ ഖലീഫ എന്നയാൾക്ക് അവിടെ നിൽക്കണതിൽ അയാൾക്ക് താല്പര്യമല്ല. അങ്ങനെ അല്ലെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഇവരെ സ്പോൺസർഷിപ്പ് നേരത്തെ ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ത്യയിലുള്ളപ്പോൾ. അങ്ങനെയാണ് അവർ ലണ്ടനിലേക്ക് പോകുന്നതും അവിടെ അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നതും. ബ്രിട്ടനിൽ അഭയം തേടിയിട്ടുള്ളത് ആരെല്ലാമാണ് എന്നുള്ളത് ഇ.എൻ. ഇബ്രാഹിം മൗലവി സൗകര്യപൂർവ്വം മറക്കുകയാണ്. പാകിസ്ഥാനിൽ ഈ പറയപ്പെട്ട സിയാഉൽ ഹഖിന്റെ നിരോധന പ്രഖ്യാപനവും കരിനിയമവും പാസാക്കപ്പെട്ട അവസ്ഥയിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ആഗോള നേതാവിന് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധ്യമല്ലാതായ സാഹചര്യത്തിൽ പരിപൂർണമായ മതസ്വാതന്ത്ര്യം, പ്രചരണ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന സ്വതന്ത്രമായ ഒരു ഭൂമികയിലേക്ക് അദ്ദേഹം തൻ്റെ പ്രവർത്തന കേന്ദ്രം മാറ്റുകയും അങ്ങനെ ലണ്ടൻ പട്ടണം കേന്ദ്രമാക്കിക്കൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആരൊക്കെയാണ് ലണ്ടൻ അഭയമാക്കി കേന്ദ്രമായി സ്വീകരിച്ചത് എന്ന് സൗകര്യപൂർവ്വം ഇബ്രാഹിം മൗലവി വിസ്മരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കൊട്ടിഘോഷിക്കപ്പെട്ട മുല്ലപ്പൂ വിപ്ലവം, ടുണീഷ്യയിലെ അന്നഹ്ദയുടെ നേതാവ് റാഷിദുൽ ഗനൂസിയുടെ നേതൃത്വത്തിലാണല്ലോ ഈ പൊട്ടിഘോഷിക്കപ്പെട്ട 2011 മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ അറബ് വസന്തം എന്നൊക്കെ പറഞ്ഞ ഈ സംഗതി നടന്നത്.
അതിൻ്റെ നായകനായ റാഷിദുൽ ഗനൂഷി ലണ്ടനിൽ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ അവിടുത്തെ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഇമാം ഖുമൈനി എന്ന് പറയുന്ന ഇറാനിലെ മത നേതാവ് ആയത്തുള്ള റൂല ഖുമൈനി ഷാ മുഹമ്മദ് റിസ പൗലവിക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത്, പ്രചോദനം നൽകിക്കൊണ്ട് പാരീസ് പട്ടണത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇമാം ഖുമൈനി എന്ന് ഇവർ വാഴ്ത്തിപ്പാടുന്ന ഇറാനിലെ ആത്മീയ നേതാവ് ഇറാനിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ലണ്ടൻ പട്ടണം എന്ന് പറയുന്നത് ലോകത്ത് മുസ്ലിം രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുകയോ കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയോ ചെയ്യപ്പെട്ടിട്ടുള്ള ധാർമ്മിക പ്രസ്ഥാനങ്ങളുടെ അഭയ കേന്ദ്രമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രം എഡിറ്റോറിയൽ രേഖപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. ലണ്ടൻ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമം എഴുതിയ ആ ഒരു എഡിറ്റോറിയലിൽ ലണ്ടൻ പട്ടണത്തിൽ മുസ്ലിം രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ട നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ധാർമ്മിക പ്രസ്ഥാനങ്ങളുടെയും ഇസ്ലാമിക ലോകത്തെ പ്രസിദ്ധീകരണങ്ങളെല്ലാം തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുന്നത് ലണ്ടൻ പട്ടണത്തിലാണെന്ന് ഒരു ഭാഗത്ത് ഇവർ എഴുതി വെക്കുന്നു. റാഷിദുൽ ഗനൂഷിയെ പോലെയുള്ള ആളുകൾ, ഖുമൈനിയെ പോലെയുള്ള ആളുകൾ ലണ്ടനിലും പാരീസിലും പ്രവാസ ജീവിതം നയിക്കുന്നു. അപ്പോൾ അഹമ്മദിയ ജമാഅത്തിന് ഇമാം മാത്രമല്ല ലണ്ടൻ അഭയ കേന്ദ്രമാക്കി, പ്രവർത്തന കേന്ദ്രമാക്കി സ്വീകരിച്ചത്. എന്തിനു പറയുന്നു? ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന് പകരം ഹൈദരാബാദിൽ മുസ്ലിമായ നൈസാമിന്റെ ഭരണം നിലനിന്ന ഒരു ഭൂപ്രദേശത്ത് ജനിച്ച് വളർന്ന് പ്രവർത്തനം ആരംഭം കുറിച്ച ഇവരുടെ ആചാര്യൻ അബുൽ അഅ്ല മൗദൂദി മുഹമ്മദ് ഇക്ബാലിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പഞ്ചാബിലേക്ക് തൻ്റെ പ്രവർത്തന കേന്ദ്രം മാറ്റി, അവിടെ അഭയ കേന്ദ്രമാക്കി മാറ്റി. അവിടെയാണ് പഠാൻകോട്ടിൽ ദാറുൽ ഇസ്ലാം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്ബാൽ പറയുന്നത് അബുൽ അഅ്ല എന്ന മൗദൂദിയുടെ ജീവചരിത്ര ഗ്രന്ഥം ടി മുഹമ്മദ് സാഹിബ് കൊടിഞ്ഞി എഴുതിയത് IPH പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നൈസാമിന്റെ ഭരണത്തിൽ ഔറംഗാബാദിൽ ജനിച്ച, അതായത് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിമും ഇന്ത്യക്കാരനുമായ നൈസാമിന്റെ ഭരണത്തിൽ കീഴിൽ ജനിച്ച് അവിടത്തുകാരനായ അബുൽ അഅ്ല മൗദൂദിയെ അദ്ദേഹത്തിന്റെ ഗുരുവായ മുഹമ്മദ് ഇക്ബാൽ ക്ഷണിച്ചുകൊണ്ട് പറയുകയാണ്, താങ്കളുടെ ഈ പ്രബോധന പ്രവർത്തനത്തെ അടിമത്ത ചുറ്റുപാടിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് സ്വതന്ത്രമായ ഒരു ഭൂമികയിലേക്ക് താങ്കളുടെ പ്രവർത്തന കേന്ദ്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് നൈസാമിന്റെ ഭരണം അടിമത്ത ചുറ്റുപാടാണെന്നും ബ്രിട്ടീഷ് ഭരണമാണ് സ്വാതന്ത്ര്യത്തിന്റെ ഭൂമികയെന്ന് ഇക്ബാൽ ക്ഷണിച്ചതനുസരിച്ച് അദ്ദേഹം ഹൈദരാബാദിലെ ഔറംഗാബാദിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പഞ്ചാബിലേക്ക് കേന്ദ്രം മാറ്റി അവിടെ പഠാൻകോട്ടിൽ അവിടെ തൻ്റെ ഒരു കേന്ദ്രം ഉണ്ടാക്കി, ദാറുൽ ഇസ്ലാം എന്ന പേരിൽ. അപ്പം അബുൽ അഅ്ല മൗദൂദി ചെയ്തത് എന്താണ്? തെറ്റാണെന്ന് പറയാൻ സാധ്യമല്ല. കാരണം ബ്രിട്ടീഷുകാർ ഒരു അധിനിവേശ ശക്തി തന്നെയാണ്. പക്ഷെ അവിടുത്തെ പ്രജകൾക്ക് മതപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ഒട്ടും മിക്ക മുസ്ലിം ഭരണകൂടങ്ങൾക്ക് കീഴിലും ലഭിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് മാധ്യമം എഡിറ്റോറിയൽ എഴുതി പറഞ്ഞത്, മുസ്ലിം രാജ്യങ്ങളിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയോ നിരോധിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ഈ ധാർമ്മിക പ്രസ്ഥാനങ്ങളുടെയും പത്രങ്ങളുടെയും എല്ലാം അഭയ കേന്ദ്രമാണ് ലണ്ടൻ പട്ടണമെന്ന് എഡിറ്റോറിയൽ എഴുതിയത്. ഈ ഒരു പൊതുവായ സവിശേഷതയുള്ള ലണ്ടൻ പട്ടണത്തിലേക്ക് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും ഇന്നും ഇത്തരത്തിലുള്ള പ്രസ്ഥാന നായകന്മാരെല്ലാം തന്നെ പ്രവാസികളായി വന്നുകൊണ്ട് അവിടെ പ്രവർത്തന കേന്ദ്രമാക്കിയതുപോലെ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമും 984 ഈ കിരാതമായ ഓർഡിനൻസിനെ തുടർന്ന് ലണ്ടൻ പട്ടണം പ്രവർത്തന കേന്ദ്രമാക്കി സ്വീകരിച്ചു. ഇതിൽ എന്തൊരു തെറ്റാണ് ഇബ്രാഹിം മൗലവി എന്ന മൗദൂദി നേതാവിന് പറയുവാനുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. ഈ ആഹ്വാനത്തെ തുടർന്ന് കൊടിയത്തൂരിൽ 1989 മെയ് 28 അരങ്ങേറിയ മുബാഹല, ഖലീഫയുടെ മുബാഹല യഥാർത്ഥ മുബാഹലയല്ല, അത് കേവലം ലഘുലേഖ സമരമാണ്.
അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫ മുബാല പ്രാർത്ഥന നടത്തി എന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി പ്രോപ്പഗണ്ട ചെയ്യുകയുണ്ടായി മറുഭാഗം. അവർ പറഞ്ഞുകൊണ്ടേ ഇരുന്നത് ഒരിക്കലും യഥാർത്ഥമായ ഖുർആനിക മുബാലയല്ല. അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, ഞങ്ങൾക്കതൊരിക്കലും ബോധ്യമല്ല എന്നതുകൊണ്ട് ഖുർആൻ നിർദ്ദേശിക്കുന്ന മുബാല എന്ന് പറയുന്നത് ഒരു മൈതാനത്ത് ഇരു വിഭാഗവും ഒരുമിച്ച് അണിനിരന്നുകൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥന മാത്രമാണ് എന്ന നിരന്തരമായ പ്രോപ്പഗണ്ട നടത്തിക്കൊണ്ടാണ് യഥാർത്ഥമായ ഈ മുബാലയിൽ നിന്ന് ഒളിച്ചോടുവാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർ നേതൃത്വം നൽകുന്ന ഈ അഞ്ചുമൻ ഇശാഅത്തും അവരുടെ പത്രങ്ങളും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഖലീഫയുടെ മുബാല യഥാർത്ഥ ഖുർആനിക മുബാലയല്ല എന്നും തങ്ങൾ നിർദ്ദേശിക്കുന്ന വിധം മുബാലക്ക് തയ്യാറുണ്ടോ എന്ന് നിരന്തരമായി അഹമ്മദിയ ജമാഅത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത്. അങ്ങനെയാണ് ഇക്കൂട്ടരുടെ വാദഗതി അനുസരിച്ച് തന്നെ മുഖാമുഖമുള്ള മുബാലക്ക് വേണ്ടിയുള്ള നിബന്ധനകൾ തയ്യാറാക്കുവാനും അങ്ങനെ വേണമെങ്കിൽ അത്തരത്തിൽ മുബാല ചെയ്യുവാനും തങ്ങൾ തയ്യാറാണ് എന്ന് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ അനുവാദത്തോടു കൂടി അഹമ്മദിയ ജമാഅത്തിന്റെ കേരള നേതൃത്വം ഇവരെ അറിയിക്കുകയാണ് ഉണ്ടായത്. ഇവർ മുമ്പോട്ട് വെച്ച നിബന്ധനകൾ സ്വീകരിച്ചുകൊണ്ട് നിരന്തരമായ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഈ മുബാലയിൽ അടിസ്ഥാനപരമായി ഉൾപ്പെടുത്തേണ്ട, കാരണം ഈ മുബാല ആഹ്വാനത്തിലെ 7ാമത്തെ വിഭാഗമായിരുന്നു കൊടിയത്തൂരിലെ ഈ കൂട്ടർ. എന്ന് വെച്ചാൽ ഗ്രന്ഥങ്ങൾ മുഖേനയും ലേഖനങ്ങൾ മുഖേനയും പ്രഭാഷണങ്ങൾ മുഖേനയും അഹമ്മദിയ ജമാഅത്തിനെതിരായി തെറ്റായ പ്രചാരവേലുകളും വ്യാജവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വിഭാഗം എന്ന ഗണത്തിലാണ് കൊടിയത്തൂരിലെ ഈ ഒരു കൂട്ടായ്മ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ചാണ് ഇവരുമായിട്ട് ഈ വിഷയകമായിട്ടുള്ള ആഹ്വാനം അവർക്ക് നൽകപ്പെട്ടതും ആ ആഹ്വാനത്തെ തള്ളിക്കൊണ്ട് തങ്ങൾ നിർദ്ദേശിക്കും വിധമുള്ള, തങ്ങൾ പറയുന്നതാണ് ഖുർആനിക മുബാല എന്ന് ഇങ്ങോട്ട് മുമ്പോട്ട് വെക്കുകയും ഏതായാലും രണ്ട് കൂട്ടരും മുബാലക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നു. തങ്ങൾ നിരന്തരമായി ഒരുപാട് ഗ്രന്ഥങ്ങൾ നിരവധി പ്രസിദ്ധീകരിച്ചു. അഞ്ചുമൻ ഇശാഅത്ത് എന്ന സംഘടനയുടെ പേരിലും IPH എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണാലവും ഒരുപാട് വ്യാജ പ്രചാര വേലകൾ അടങ്ങിയ വ്യാജങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും ലഘുലേഖകളുമെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ കൂട്ടർ തങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നത്, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് സത്യമാണ് എന്ന് അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി ലോകത്തോട് പ്രഖ്യാപിക്കുവാൻ ലഭിച്ച ഒരു സുവർണ അവസരം. തങ്ങൾ പറയുന്നത് സത്യമാണെന്നൊരു ബോധ്യം അവർക്കുണ്ട് എങ്കിൽ തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുബാലക്ക് തയ്യാറാവുകയായിരുന്നു ഈ കൂട്ടർ ചെയ്യേണ്ടിയിരുന്നത്. മുബാല ആഹ്വാനത്തിൽ എടുത്തു പറഞ്ഞ പല ആരോപണങ്ങളും ചിലതെല്ലാം പ്രാദേശികമായി പാകിസ്ഥാനുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളായ ചില കാര്യങ്ങൾ ഈ ആഹ്വാനത്തിലുണ്ട്. അതവർക്ക് ഒഴിവാക്കാം. അവർക്ക് പറയാമായിരുന്നു, ഈ എല്ലാ ആരോപണങ്ങളും ഞങ്ങൾ ഉന്നയിക്കുന്നതല്ല, ഞങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മുബാലക്ക് ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ തയ്യാറാവാൻ അവർ ബാധ്യസ്ഥരായിരുന്നു. അവർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ല എങ്കിൽ അവർ അഹമ്മദിയ ജമാഅത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരോപണങ്ങളെല്ലാം തന്നെ സത്യമാണെന്ന അവരുടെ ബോധ്യം അവർക്കുണ്ട് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുവാനും സത്യം ചെയ്തുകൊണ്ട് ലോകത്തിന് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു അവസരം വന്നപ്പോൾ അവരതിൽ നിന്നും പരിപൂർണമായി മാറിക്കൊണ്ട് കേവലം ഹസ്രത്ത് അഹമ്മദ് അലൈഹി ഇസ്ലാമിൻ്റെ നുബുവത്ത് വാദത്തെ മുൻനിർത്തിയുള്ള മുബാലക്ക് മാത്രമേ തങ്ങൾ തയ്യാറുള്ളൂ എന്ന് ചുവടുമാറ്റം നടത്തിയവർ. മാത്രമല്ല അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ മുബാല ആഹ്വാനത്തിൽ ഇബ്രാഹിം മൗലവി അവിടെയും ഒരു കള്ളക്കളി കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഇന്റർവ്യൂവിൽ ഒരു ഭാഗത്ത് അഹമ്മദികളാണ് 6 മാസ കാലാവധി വെച്ചതെന്നുള്ള ഒരു വലിയ കള്ളം അദ്ദേഹം പറയുന്നുണ്ട്. അവരെ ഇവിടുത്തെ നേതാവായിരുന്നു MA മുഹമ്മദ് സാഹിബ്. ഇവരും കൂടി നിർദ്ദേശം വെച്ചാണ് 1 കൊല്ലം വേണ്ട, 6 മാസം മതിയെന്ന്. ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. അപ്പം ഞങ്ങളും അതിനെ അനുകൂലിച്ചു. കാരണം നമ്മൾക്കത് ഉറപ്പാണല്ലോ ഇതൊരു അസത്യ പ്രസ്ഥാനമാണെന്നും വല്ലതും സംഭവിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് സംഭവിക്കുള്ളൂ, നമുക്ക് സംഭവിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ 6 മാസം മതിയെന്ന് ഞങ്ങളും തീരുമാനിച്ചു. പിന്നെ അങ്ങോട്ട് സ്വല്പം കൂടി മുമ്പോട്ട് പോയാൽ തിരിച്ചും അദ്ദേഹം പറയുന്നുണ്ട്,
യഥാർത്ഥത്തിൽ ആ ഒരു വർഷ കാലാവധി എന്ന ആ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ ആഹ്വാനത്തിലുള്ള കാലാവധി പോലും ഞങ്ങൾ സ്വീകരിക്കുകയില്ല, ജമാഅത്തിന്റെ ഇമാമിന്റെ ഒന്നും ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവസാനം ആ മറ്റ് നിബന്ധനകളെല്ലാം തീരുമാനിക്കപ്പെട്ട ശേഷം ഒരു വർഷം എന്ന നിബന്ധനയിലെയും നിന്നും അവർ വൈദി. ഒരു വർഷം വേണ്ട, ഞങ്ങൾക്ക് 6 മാസം മതി, ഒരു വർഷം എന്നത് ഖലീഫ പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 6 മാസത്തിന്റെ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചത് ഈ അഞ്ചുമനി ശായത്ത് എന്ന് പറയുന്ന ഇബ്രാഹിം മൗലവി ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവസാനം അഹമ്മദിയ ജമാഅത്തിന്റെ ഭാഗത്തു നിന്നും 6 മാസമാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന ഒരു സമ്മതം നൽകുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെയും ഇബ്രാഹിം മൗലവി വ്യക്തമായ ചില കളികളും പരസ്പര വിരുദ്ധമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവിടെയും ഒരു കള്ളക്കളി അദ്ദേഹം കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ആദ്യത്തിൽ അവരൊന്ന് മസിൽ പിടിച്ചിരുന്നു, ഖലീഫ അടക്കം തന്നെ ഒരു കൊല്ലത്തുനിന്ന് 6 മാസത്തിലേക്ക് ഇറങ്ങി വരുന്നതിന്. പിന്നെ അവരെ സമ്മതിച്ചു. അങ്ങനെയാണ് രണ്ടു കൂട്ടുകാരെ തയ്യാറാകുന്നത്. അദ്ദേഹം തൻ്റെയും തൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും സ്വതസിദ്ധമായ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ടുണ്ട്. വലിയ രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ, വ്യാജമായ പ്രസ്താവനകളാണ് നിരന്തരം പ്രസ്തുത ഇന്റർവ്യൂവിൽ അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് ഈ അഞ്ചുമനി ശായത്ത് വശം മുച്ചൂടും നശിച്ചു പോകുമെന്ന് അഹമ്മദികൾ പറഞ്ഞു. തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളൊന്നും നശിച്ചു പോയിട്ടില്ല, അതുകൊണ്ട് തങ്ങളാണ് മുബാല വിജയിയായത് എന്നാണ്. ഏറ്റവും വലിയൊരു കള്ളമാണ് അദ്ദേഹം പറയുന്നത്. എവിടെയാണ് അഞ്ചുമനി ശായത്തിന്റെ വിഭാഗം മുച്ചൂടും നശിച്ചു പോയത് എന്ന് അഹമ്മദികൾ പറഞ്ഞത് എന്ന് തെളിയിക്കുവാൻ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കും ബാധ്യതയുണ്ട്. കള്ളം പറയുക എന്നുള്ളത് തങ്ങളുടെ സ്വതസിദ്ധമായ ഒരു സ്വഭാവമാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. ഈ മുബാല കൊടിയത്തൂരിൽ അരങ്ങേറിയ ശേഷം കൊടിയത്തൂരിൽ നിന്നുള്ള 2 ബഹുമാന്യ വ്യക്തികൾ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്, അന്നത്തെ ഇമാം ഹസ്രത്ത് മിർസ താഹിർ അഹമ്മദ് സാഹിബിന് കൊടിയത്തൂരിൽ നിന്ന് തന്നെ കത്തെഴുതിയ കാര്യം PP അബ്ദുറഹ്മാൻ തന്നെ പ്രബോധനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജമാഅത്തെ അഹമ്മദിയക്കെതിരിൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും അഞ്ചുമനി ശായത്തും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന അത്യന്തം ഹീനമായ ഒരു കള്ളമാണ് മുബാല ചെയ്ത അഞ്ചുമനി ശായത്തുകാരൊന്നടങ്കം മുച്ചൂട് നശിച്ചു പോകുമെന്ന് അഹമ്മദികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് നിരന്തരമായ കള്ളം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ കളവിൽ ജനിച്ചു, കളവിൽ ജീവിച്ചു, കളവിൽ മരിക്കുമെന്ന് പറഞ്ഞ തരത്തിലുള്ള, കാരണം സത്യപ്രസ്ഥാനമായ അഹമ്മദിയ ജമാഅത്തിനെതിരിൽ ഇറങ്ങിത്തിരിച്ച ഇക്കൂട്ടർക്ക് ഒരിക്കലും തന്നെ സത്യം പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ എതിർക്കുവാൻ സാധ്യമല്ല. ഏത് കാലഘട്ടത്തിലും അള്ളാഹുവിനാൽ നിയോഗിതരായ പ്രവാചകന്മാർക്കും അവരുടെ ശിഷ്യന്മാർക്കും പ്രസ്ഥാനത്തിനും എതിരാളികളുടെ ആയുധമാണ് കള്ളം. യൂത ക്രിസ്ത്യാനികൾ 1400 വർഷമായി പരിശുദ്ധ ഇസ്ലാമിനെതിരായി വ്യാജങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര എന്ന് പറയുന്ന വിധത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അത് സോഷ്യൽ മീഡിയ മുഖേന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇബ്രാഹിം മൗലവി യാതൊരു ഉളുപ്പുമില്ലാതെ ഞങ്ങൾ ഒന്നടങ്കം നശിച്ചു പോകുമെന്ന് ഖാദിയാനി ഖലീഫയും ഖാദിയാനികളും പറഞ്ഞിട്ടുണ്ടെന്ന് തട്ടിവിടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കൊടിയത്തൂരിൽ നിന്ന് 2 ബഹുമാന്യ വ്യക്തികൾ എന്തായിരിക്കും മുബാലയുടെ അടയാളമെന്ന് വ്യക്തമാക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഖലീഫ തിരുമനസിന് കത്തെഴുതിയ കാര്യം 30/12/89 പ്രബോധനം വാരികയിൽ ഈ അഞ്ചുമനി ശായത്തിന്റെ സെക്രട്ടറി PP അബ്ദുറഹ്മാൻ തന്നെ വ്യക്തമാക്കുന്നു. ഖലീഫയ്ക്ക് എഴുതിയ കത്തിന് ലഭിച്ച മറുപടി അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നായിരുന്നു. അപ്പോൾ മുബാലയുടെ ഫലമായി മുച്ചൂടും തങ്ങൾ നശിക്കുമെന്ന് അഹമ്മദികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇക്കൂട്ടർക്ക് തന്നെ മറുപടി നൽകിക്കൊണ്ട് അവരുടെ സെക്രട്ടറി തന്നെ 30/12/89 ഈ സത്യം അറിയാഞ്ഞോ അറിയാതെ വെളിപ്പെടുത്തുകയാണ് പ്രബോധനത്തിലൂടെ. ഖലീഫ അത്തരത്തിലുള്ള യാതൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്നും മറഞ്ഞ കാര്യം അറിയുന്നവൻ അള്ളാഹുവാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇബ്രാഹിം മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായ നിലയിലുള്ള കള്ളമാണ് എന്ന്
ശ്രോതാക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. നമ്മുടെ ഇബ്രാഹിം മൗലവി പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിന് സ്വബോധം തന്നെ നഷ്ടപ്പെട്ട രീതിയിൽ, കാരണം അഹമ്മദികൾ ഈ മുബാല കാലഘട്ടത്തിൽ പ്രത്യേകമായി നോമ്പെടുത്തു, പ്രത്യേകമായ നിലയിൽ തൗഹീദ് നിസ്കരിച്ചു, പ്രത്യേകമായ നിലയിൽ ദാനധർമ്മങ്ങളും ബലികളുമൊക്കെ നൽകി. അതൊക്കെ ഇവർ മുച്ചൂട് നശിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഈ പറയുന്നത്. തങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല, തങ്ങൾ മുബാലയെ ആ ഒരു നിലയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ 997 തോന്നുന്നു വിനീതൻ തന്നെ ഒരു കൊടിയത്തൂരിൽ ഇവരുമായി നിരന്തരമായ ഒരു സംവാദം നടന്ന വേളയിൽ ഈ കാര്യം ഇവിടെ പറയുകയുണ്ടായി. അതായത് ബദർ പടപ്പാട്ടുണ്ട്. ബദർ യുദ്ധത്തെ സംബന്ധിച്ച് വിവരിക്കുന്ന ആ പടപ്പാട്ടുകൾ ധാരാളം രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ബദർ യുദ്ധത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധവേളയിൽ അള്ളാഹിൻ്റെ മുമ്പിൽ വിലപിച്ചുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് നബി തിരുമേനി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയെല്ലാം തന്നെ വിവരിക്കുന്നുണ്ട്. ചരിത്രവും അത് വിവരിക്കുന്നുണ്ട്. നിരന്തരമായി അത്യഗാധമായ വേദനയോടുകൂടി അള്ളാഹുവേ, നിന്റെ ഈ ഒരു സംഘം ഭൂമുഖത്ത് ഈ സംഘം നശിപ്പിക്കപ്പെടുകയാണ് എങ്കിൽ നിന്റെ നാമം ഉയർത്തുന്ന ഒരാളും തന്നെ ഭൂമുഖത്ത് അവശേഷിക്കുകയില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അത്യാഘാതമായ വിനയത്തോടുകൂടി പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ശിഷ്യന്മാരും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് വീണുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മറുഭാഗത്ത് ഈ കുഫാറുകളുടെ സംഘം വരുന്ന ഒരു വിവരണം ബദർ പടപ്പാട്ടിൽ വിവരിക്കുന്നുണ്ട്. കൂത്തും കൂത്താട്ടം കുയൽ വിളിയാൽ ഒത്തൊരുമിച്ചങ്ങിറങ്ങിടുന്നേ. അപ്പം മറുഭാഗം കൂത്തും കൂത്താട്ടവും മദ്യവും മദിരാശിയുമായി ആടിത്തിമിർത്തുകൊണ്ടായിരുന്നു മറുഭാഗത്തിൻ്റെ വരവ്. എന്നാൽ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യവിശ്വാസികളും തൻ്റെ നാഥൻ്റെ മുമ്പിൽ പ്രാർത്ഥനാ നിരതരായിരുന്നു. ഇവിടെ ഇബ്രാഹിം മൗലവി തന്നെ സമ്മതിക്കുകയാണ്, ഒരു ഭാഗത്ത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികളായ അഹമ്മദികൾ ഈ ഒരു പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയത്തോടുകൂടി തേടുന്നതിനാണ് മുബാല എന്ന് പറയുന്നതെന്ന് അദ്ദേഹം തന്നെ അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. അപ്പോൾ വിനയാന്വിതരായിക്കൊണ്ട് ഈ ഒരു പ്രാർത്ഥന അള്ളാഹുവിന് സമർപ്പിക്കുക സത്യവിശ്വാസികൾക്ക് വിജയമുണ്ടാകുവാനും സത്യനിഷേധികളെ ലോകത്തിന് തുറന്നു കാണിക്കുവാനും. എന്താണ് മുബാല പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ടുള്ളത്? ആ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് വിനയാന്വിതമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ സ്വഭാവമാണ്. പ്രവാചകർ തിരുമേനി ബദറിൻ്റെയും ഓരോ ഘട്ടത്തിലും കാണിച്ച മാതൃകയാണ്. അപ്പോൾ അഹമ്മദികളാണ് പ്രവാചകർ തിരുമേനിയുടെ ഈ ഇസ്ലാമിൻ്റെ പരിശുദ്ധ മാതൃക സ്വീകരിച്ചത് എന്നിവിടെ ഇബ്രാഹിം മൗലവി തന്നെ പറയുകയാണ്. മറുഭാഗം ഇതെല്ലാം തന്നെ ഒരു തമാശയായി എടുത്തു, തങ്ങളതൊന്നും കാര്യമായി എടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെയും ഒരു മുനാഫിക്കിയത്ത്, കപടതയാണ് അവർ വെളിപ്പെടുത്തുന്നത്. ബക്കയിലെ കുഫാറുകൾ കൂത്തും കൂത്താട്ടം കുയൽവിളിയാൽ ഒത്തൊരുമിച്ചിറങ്ങി എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് കൂത്തും കൂത്താട്ടവുമായിരുന്നുവെങ്കിൽ വിശ്വാസികളായ അഹമ്മദികൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിലപിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും തൗഹീദ് നമസ്കരിക്കുവാനുമുള്ള അവസരമായിരുന്നു. അതുതന്നെയാണ് അഹമ്മദികൾ വിശ്വാസികളാണെന്നും ഇക്കൂട്ടർ കപട നിലപാടുകാരാണെന്നുമുള്ള വ്യക്തമാക്കുകയാണ് ഇബ്രാഹിം മൗലവി ഇതിനെ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഈ മുച്ചൂടും നശിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. പ്രാർത്ഥന രണ്ടു കൂട്ടർക്കും ഒരുപോലെയാണ്. രണ്ടു കൂട്ടരും പ്രാർത്ഥനയുടെ ഫലം ഒരുപോലെ പ്രതീക്ഷിക്കേണ്ടവരാണ്. എന്നാൽ അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാം നൽകിയ മറുപടി ഞാനിവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. മറഞ്ഞ കാര്യം അള്ളാഹു മാത്രമാണ് അറിയുന്നവനെന്നാണ് അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാം നൽകിയ ഉത്തരമെന്ന് ഞാൻ വ്യക്തമാക്കി. 30/12/89 പ്രബോധനത്തിൽ ഇവരുടെ നേതാവ് PP അബ്ദുറഹ്മാൻ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അദ്ദേഹം തൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അത്യാവസാനം ഈ ഒരു കാര്യം, ഞങ്ങളൊന്നും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞതെന്നും അഹമ്മദികളാണ് ഞങ്ങൾ മുച്ചൂട് നശിക്കുമെന്ന് പറഞ്ഞതും നിരന്തരമായി അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവര് ഒരു കൊല്ലം കൊണ്ട് ഇവർ നശിക്കും എന്ന് പറഞ്ഞു. അതായത് അസത്യവാദികൾ എന്ന് ഇവര് കാദിയാനികൾ പറഞ്ഞു. ഇയാളെ ഈ ഖലീഫന്റെ വെല്ലുവിളി തന്നെയുള്ളതാണ്. അവര് മുച്ചൂട് നശിച്ചു പോകുന്നുള്ള എടുക്കാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകില്ല,
സ്വല്പമെങ്കിലും ആർജവമുണ്ടെങ്കിൽ, സത്യസന്ധതയുണ്ടെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള മൗദൂദി പ്രസ്ഥാനക്കാരും എവിടെയാണ് അഹമ്മദികൾ മുച്ചൂടും നശിക്കും ഇശാഅത്തുകാരും അവരോടൊപ്പമുള്ളവരെന്ന് പറഞ്ഞത് വ്യക്തമാക്കണം. നിങ്ങൾ സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊരു വഞ്ചനാപരമായ നിലപാടാണ്. നാം രണ്ടു കൂട്ടരും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതരായി പ്രാർത്ഥിക്കുക. വ്യാജം പറയുന്നവരിൽ നിന്റെ അദാബ് ഇറക്കണമേ, ലഅനത്ത് ഇറക്കണമേ. നമ്മളിൽ ആരാണോ സത്യവാന്മാർ അവരിൽ അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് വിശ്വാസികളുടെ കടമ. വിനയത്തോടുകൂടി തൻ്റെ നാഥന്റെ മുമ്പിൽ കൊമ്പിട്ടുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അഹമ്മദികൾ. എന്നാൽ മറുഭാഗം മുച്ചൂടും നശിക്കുമെന്ന് പറഞ്ഞെന്ന് നിരന്തരമായി വ്യാജം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം മൗലവി അതിൻ്റെ ഒരു തെളിവ് ഹാജരാക്കാൻ ബാധ്യസ്ഥനാണ്. അതൊരിക്കലും അദ്ദേഹത്തിന് സാധ്യമല്ല. അദ്ദേഹം ബോധപൂർവം കള്ളം പറഞ്ഞുകൊണ്ട് തൻ്റെ അനുയായികളെയും വസ്തുത അറിയാത്ത ആളുകളെയും വഞ്ചിക്കുവാനാണ് അദ്ദേഹം ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പറഞ്ഞ ചുരുക്കം അതാണ്. എന്നാൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. 100 രാജ്യങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ന് 214 രാജ്യങ്ങളിൽ സ്ഥാപിതമായി. അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാമിൻ്റെ മുബാല ആഹ്വാനം പ്രത്യേകമായി നമ്മൾ പരിഗണിക്കുമ്പോൾ ഏറ്റവും ഗൗരവതരമായ ഒരവസ്ഥ അസ്ലം ഖുറൈശിയുടെ വധത്തിന് ഉത്തരവാദിയാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാമാണ് അത് ചെയ്യിച്ചതെന്ന് സ്ഥാപിച്ചുകൊണ്ട് ലണ്ടനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് ഇന്റർപോൾ പോലീസ് മുഖേന കൊണ്ടുവരുവാനുള്ള അന്തിമമായ ശ്രമവും അതിനുവേണ്ടി ഒരു മാപ്പുസാക്ഷിയെ തയ്യാറാക്കാനുള്ള പ്ലാനും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അസ്ലം ഖുറൈശിയെ കൊന്നത് മിർസ താഹിർ അഹമ്മദ് എന്ന് പറയുന്ന വിനീതനാണ് എന്ന ആരോപണം വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുബാല ആഹ്വാനത്തിൽ ആ കാര്യം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതും എടുത്തു പറയുന്നതും നിഷേധിക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായി മുബാല പ്രാർത്ഥന കഴിഞ്ഞു 1 മാസം പിന്നിട്ടപ്പോൾ ഈ അപ്രത്യക്ഷനായ ഖാദിയാനികൾ കൊന്നു എന്ന് പ്രചണ്ഡമായ പ്രചാരവേലകൾ ജനറൽ സിയാഉൽ-ഹക്കിന്റെ നേതൃത്വത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ആ അസ്ലം ഖുറൈശി പൊടുന്നനെ പാകിസ്ഥാനിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെയും അള്ളാഹു ഇവരുടെ ബുദ്ധിക്ക് മറയിട്ടു. കാരണം പലപ്പോഴും ഭരണകൂടങ്ങൾ തങ്ങളുടെ നിലപാടുകൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി സ്വന്തം ജനതയെ തന്നെ കൊല്ലാറുണ്ട്. ധാരാളം സംഭവങ്ങളുണ്ട്. ഇവിടെ ഈ അസ്ലം ഖുറൈശി പ്രത്യക്ഷപ്പെടുകയും പാകിസ്ഥാൻ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു, അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. വേണമെങ്കിൽ അവർക്ക് അസ്ലം ഖുറൈശിയെ ആ ഒരു ഘട്ടത്തിൽ കൊല നടത്തി രഹസ്യമായി കുഴിച്ചു മൂടാമായിരുന്നു. അങ്ങനെ എന്നേക്കുമായി അസ്ലം ഖുറൈശിയുടെ ഘാതകൻ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമാണെന്ന വ്യാജ പ്രചാരണം നിലനിൽക്കുമായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം അത്തരത്തിലുള്ള ഒരു ചെയ്തി ചെയ്യുവാനുള്ള ഒരു കുബുദ്ധിയാണെങ്കിലും അവർക്ക് അള്ളാഹു തോന്നിച്ചില്ല. അവർ പാകിസ്ഥാൻ ടെലിവിഷന്റെ മുമ്പാകെ അസ്ലം ഖുറൈശിയെ ഹാജരാക്കി. അവർ ചോദിച്ചു, താങ്കൾ തന്നെയല്ലേ അസ്ലം ഖുറൈശി? അതെ, ഞാൻ തന്നെയാണ് അസ്ലം ഖുറൈശി. താങ്കൾ ഇതുവരെ എവിടെയായിരുന്നു എന്ന് അസ്ലം ഖുറൈശിയോട് ചോദിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ കുറ്റാന്വേഷണ വിദഗ്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ. അദ്ദേഹം പാകിസ്ഥാൻ ടെലിവിഷന്റെ മുമ്പിൽ മറുപടി പറയുകയാണ്, ഞാൻ ഇറാനും ഇറാഖും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഇറാന്റെ വശത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്ത് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, രാജ്യത്ത് ഇസ്ലാമിക വൽക്കരണമെന്ന തങ്ങളുടെ ഏറ്റവും ഉത്കടമായ ആ ഒരു അഭിലാഷം ഇവിടെ പൂർത്തിയാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് അസ്വസ്ഥനായി നാട് വിട്ട് ഇറാഖ് യുദ്ധത്തിൽ ഇറാന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ വേണ്ടി പോയതായിരുന്നു. അവിടെയായിരുന്നു താൻ ഇതുവരെ. ഇപ്പോൾ എനിക്ക് പാകിസ്ഥാനിലേക്ക് തിരിച്ചു വരണമെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നേക്കുമായി അഹമ്മദിയ ജമാഅത്തിനും അതിൻ്റെ ഇമാമിനും എതിരിൽ കറയായിത്തീരുന്ന ഒരു സംഭവം, ഒരു ആരോപണം എന്ന് മാത്രമല്ല, ഇന്റർപോൾ മുഖേന അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിനെ പാകിസ്ഥാനിൽ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഭൂട്ടോയെ കൈകാര്യം ചെയ്തതുപോലെ കൈകാര്യം ചെയ്യുവാനുള്ള അന്തിമമായ സിയാഉൽ-ഹക്കിന്റെ ആ ഒരു പ്ലാൻ അവിടെ പരാജയപ്പെട്ടു.
അതായിരുന്നു ഏറ്റവും വലിയ മുബാലയുടെ പ്രചോദനമായ കാര്യം. അതായിരുന്നു ഇദ്ദേഹത്തിന്റെ തിരിച്ചുവരവായിരുന്നു മുബാലയുടെ ഏറ്റവും വലിയ അടയാളം. പിന്നെ ഞാൻ ഇവിടെ വ്യക്തമാക്കി, മുബാല ആഹ്വാനം നടത്തി, സിയാഉൽ-ഹക്കിനെ ഒന്നാമത്തെ കക്ഷിയാക്കി പ്രഖ്യാപിച്ചു. മരണത്തിന്റെ കൃത്യമായ 5 ദിവസം മുമ്പ് അന്തിമമായ താക്കീത് സിയാഉൽ-ഹക്കിന് നൽകി. അതനുസരിച്ച് സിയാഉൽ-ഹക്കും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും മുബാലയുടെ അത്ഭുത ദൃഷ്ടാന്തമെന്ന നിലയിൽ നാശമടഞ്ഞു. പിന്നെ അവസാനമായി അദ്ദേഹം പറയുന്നത് ഒരു പരിഹാസ രൂപേണ, ഖാദിയാനികൾക്ക് പിന്നീട് കൊടിയത്തൂരിൽ ഈ മുബാല കഴിഞ്ഞ ശേഷം പിന്നെ മുബാല ആഹ്വാനം ചെയ്യാനുള്ള ഒരു പൂതി ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പരിഹസിക്കുക. വേറെ ഉണ്ടായിട്ടുള്ള ഗുണം എന്താ പറഞ്ഞാൽ പിന്നെ ഈ മുബാഹല വെല്ലുവിളി അവരുടെ പക്ഷത്തുനിന്ന് ഉണ്ടായില്ല. പ്രിയപ്പെട്ട ഇബ്രാഹിം മൗലവി, പിന്നീട് മുബാല നിങ്ങൾ ഏറ്റെടുത്തില്ലേ? അഹമ്മദിയ ജമാഅത്തിനെതിരായിട്ട് അഞ്ചുമണി ഷായത്ത് എന്ന് പറയുന്ന ഈ ആഗോള മുസ്ലിം എന്ന് പറയുന്ന കൂട്ടായ്മയുടെ പ്രാതിനിധ്യം ഏറ്റെടുത്തുകൊണ്ട് മുബാലക്ക് നേതൃത്വം നൽകിയ KNMന്റെ അന്നത്തെ കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയായ മുഹമ്മദ് മൗലവിയുടെ പ്രസ്ഥാനം 8 നിലയിൽ പൊട്ടിക്കൊണ്ട് ഓരോ വിഭാഗവും പരസ്പരം മുബാലക്ക് വെല്ലുവിളിക്കുന്നു. മുബാല നിങ്ങൾ തമ്മിൽ ഏറ്റെടുത്തു. കൊടിയത്തൂരിൽ വെച്ചുകൊണ്ട് തന്നെ മുഹമ്മദ് മദനിയുടെ ശിഷ്യനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിഷ്ടം എന്ന് പറയുന്ന ജിന്നി വിഭാഗം എന്ന് വിളിക്കുന്ന വിഭാഗത്തിന്റെ നേതാവായി ബഷീർ സലഫി പൂളപ്പയിൽ എന്ന് പറയുന്ന വ്യക്തി കൊടിയത്തൂരിൽ വന്നുകൊണ്ട് ഇത് കൊടിയത്തൂരാണെന്ന് സ്മരിച്ചുകൊണ്ട് തൻ്റെ ഗുരുഭൂതനായ KNMന്റെ നേതാവ് KNM വിഭാഗത്തിന്റെ നേതാവായ മുഹമ്മദ് മൗലവിയെ മുബാലക്ക് വെല്ലുവിളിച്ചു. മർക്കസുദ്ദഹവാക്കാര് വിഷ്ഡംകാരെയും മർക്കസുദ്ദഹവാക്കാരെയും മുബാലക്ക് വെല്ലുവിളിക്കുന്ന നിരവധി വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ്. എന്നിട്ട് അവർ തന്നെ പറയുകയാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിലാണ് മുബാലക്ക് വെല്ലുവിളിക്കാറുള്ളത്, മുബാല ചെയ്യേണ്ടത്. ഞങ്ങളെ ഇവർ മുബാലക്ക് വെല്ലുവിളിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ മുബാല ആഹ്വാനത്തിന് പ്രതികരിക്കുന്നത്. അപ്പം ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് വെച്ചാൽ അവർ മുസ്ലിമീങ്ങളല്ല എന്ന് അവിടെ അവരെ വ്യംഗ്യമായി പറയുകയാണ്. കാരണം മുബാല മുസ്ലിമീങ്ങളും തമ്മിൽ നടത്താറില്ല. അപ്പോൾ മുസ്ലിമീങ്ങളും തമ്മിൽ നടത്താറില്ലാത്ത മുബാലക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ ഗ്രൂപ്പുകളെ പരസ്പരം വെല്ലുവിളിക്കുന്ന ഒരു പതനത്തിലേക്ക് യഥാർത്ഥ മുബാലക്ക് ശേഷം, കൊടിയത്തൂർ മുബാലക്ക് ശേഷം മുഹമ്മദ് മദനിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അകപ്പെട്ടു. ഇത് അനുഗ്രഹമാണോ, ഇത് ലഹനത്താണോ, റഹ്മത്താണോ എന്ന് നിങ്ങൾ മറുപടി പറയണം. ആഗോള മുസ്ലിങ്ങളുടെ മൊത്തം പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് നിരന്തരമായി ഇബ്രാഹിം മൗലവി ആ പ്രസ്തുത ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്. ഇവരുടെ നേതാവ് PP അബ്ദുറഹ്മാനും പറയുന്നുണ്ട്. റാബിതത്തുൽ ആലമിൽ ഇസ്ലാമിയുടെ പണ്ഡിതന്മാർ മുതൽ ഇബ്നു ബാസ് മുതൽ യൂസുഫുൽ കർലാവി ആവട്ടെ, ഇന്ത്യയിലെയും ലോകത്തിന്റെ നാനാഭാഗത്തെയും മുഴുവനും പണ്ഡിതന്മാരുടെ അനുഗ്രഹ ആശിസ്സുകൾ KP മുഹമ്മദ് മൗലവി, EK അബൂബക്കർ മുസ്ലിയാർ, കാഞ്ഞാർ മൂസ മൗലാന എന്ന് വേണ്ട അഖില ലോക പണ്ഡിത കേസരികളുടെ പിന്തുണയോടെ പ്രാർത്ഥനയോടെയാണ് തങ്ങൾ മുബാലക്ക് തയ്യാറായത്. അവരുടെ പ്രാർത്ഥന തങ്ങളോടൊപ്പം ഉണ്ടെന്ന് അവർ നിരന്തരമായി എഴുതി പ്രസിദ്ധീകരിച്ച് അവകാശപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, എന്താണ് മുസ്ലിം ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ? 200 കോടി ഉണ്ടെന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ പരസ്പരം കൊന്നു തീർക്കുന്ന അതിവേദനാജനകമായ ഒരവസ്ഥ. ഈ ഒരവസ്ഥ ഒരിക്കലും അഹമ്മദികൾ വേദനയോടുകൂടി മാത്രമാണ് കാണുന്നതെങ്കിലും നിങ്ങൾക്ക് ശാപമാണോ ഉണ്ടായത്, നിങ്ങൾക്ക് വിജയമാണോ ഉണ്ടായത്? ഭൂമുഖത്ത് ഏതൊരു പ്രദേശത്താണ് ഇന്ന് മുസ്ലിമീങ്ങൾക്ക് സുരക്ഷിതത്വമുള്ളത്? പരസ്പരം കൊന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം രാജ്യങ്ങൾ ഓരോന്നും നശിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാരണക്കാരായി നിലകൊള്ളുന്നത് തന്നെ ഇബ്രാഹിം മൗലവിയുടെ ഇസ്ലാമിസ്റ്റുകളാണ്. മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും നശിക്കുന്നതിന് കാരണമായ ആ കുഴപ്പങ്ങൾക്ക് ആരംഭം കുറിച്ചത് ഇവരാണ്. ഇന്ന് ഇസ്രായേൽ പലസ്തീനികളെ കൊന്നുകൊണ്ടിരിക്കുന്നു, നിഷ്ഠൂരമായി വധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരവിടെ ഹമാസിന്റെ ആളുകൾ സജ്ജരായ നിഷ്ഠൂരരായ ഇസ്രായേലിയർക്കെതിരായി ഒരു ചെറിയ മിന്നലാക്രമണം നടത്തി കാരണമുണ്ടാക്കി. അതിന്റെ ഫലമായി ഇന്ന് ഫലസ്തീൻ ഗസ മുഴുവനും ചുടലക്കളമായി മാറി. അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ആവട്ടെ, ലിബിയ ആവട്ടെ, ജോർദാൻ ആവട്ടെ, ഏത് രാജ്യത്താണ് ഇന്ന് മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിട്ടുള്ളത്? തങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹമാണോ
അള്ളാഹുവിൻ്റെ ലഹനത്താണോ എന്ന് വ്യക്തമാക്കുവാനും ചിന്തിക്കുവാനും ഇനിയും ഇദ്ദേഹത്തിനും ഇബ്രാഹിം മൗലവിക്കും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവർക്കും സമയമായിട്ടില്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. എന്നാൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ഇമാം നിരന്തരമായി ഓരോ വെള്ളിയാഴ്ച കുത്തുബകളിലും മുസ്ലിം ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിരന്തരമായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിരന്തരമായി ലൂത്ത് നബിയുടെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിലും ലൂത്ത് നബിയുടെ ജനത നശിപ്പിക്കപ്പെട്ട ഒരു നിർഭാഗ്യകരമായ സംഭവം ഖുർആൻ പറയുന്നത് പോലെ ഇന്ന് മുസ്ലിം ലോകത്തിന് വേണ്ടിയുള്ള അഹമ്മദികളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോകുന്ന ഒരു പതനത്തിലാണ് മുസ്ലിം ലോകത്തിൻ്റെയും മുസ്ലിം പണ്ഡിതന്മാരുടെയും കയ്യിലിരിപ്പെന്ന് വ്യക്തമാക്കും വിധമാണ് ഇന്ന് വേദനാജനകമായ ഒരു പതനത്തിലേക്ക് മുസ്ലിം ലോകം എത്തി നിൽക്കുന്നത്. ഇത് തങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് പറയുവാൻ ഇബ്രാഹിം മൗലവിക്ക് അദ്ദേഹത്തോടൊപ്പമുള്ളവർക്കോ ജമാഅത്തെ ഇസ്ലാമിക്കോ സാധിക്കുമോ? മറുഭാഗത്ത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഒരു വിഭാഗം എന്ന നിലയിൽ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, 100 രാജ്യങ്ങളിൽ ഏകദേശം ഉണ്ടായിരുന്ന അഹമ്മദിയ ജമാഅത്ത് 214 രാജ്യങ്ങളിൽ സ്ഥാപിതമായി. ആഗോള അടിസ്ഥാനത്തിലുള്ള മുന്നേറ്റം അഹമ്മദിയ ജമാഅത്തിന് സംഭവിക്കുന്നു എന്നുള്ളത് ഗൂഗിളും വിക്കിപീഡിയയും മാത്രമല്ല, മുജാഹിദുകളുടെ അൽമനാർ വർധനാ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് ഖാദിയാനി വിഭാഗത്തിനാണ് എന്ന് അൽമനാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. വിക്കിപീഡിയയും ഗൂഗിളും നിങ്ങൾക്ക് അടിച്ചാൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമേതാണെന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഇസ്ലാം എന്ന് ലഭ്യമാകും. ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് സെക്ടർ, ഇസ്ലാമിക വിഭാഗം എന്നടിച്ചാൽ അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അவ்விധത്തിലുള്ള ദൈവീക അനുഗ്രഹങ്ങളും വിജയങ്ങളും പുരോഗതികളും പ്രത്യേകമായ നിലയിൽ മുബാരക്ക് ശേഷം അഹമ്മദിയ ജമാഅത്തിന് ലഭ്യമായി എന്നുള്ളത് കണ്ണുള്ള ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ല. മറുഭാഗത്ത് ലോക മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെടുന്ന ഈ അഞ്ചുമണി ശാഹത്തിന് പിന്തുണ നൽകിയിട്ടുള്ള ലോക മുസ്ലിം പണ്ഡിതന്മാരെ തങ്ങളുടെ ആശാപാത്രമായി സ്വീകരിച്ചിട്ടുള്ള മുസ്ലിം ലോകത്തിന് പരാജയത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു വലിയ കൊടുങ്കാറ്റ്, ഒരു വലിയ പ്രളയം അവരെ താന്നു പോകുന്ന അവസ്ഥയിൽ അവരിരയായ ഒരു അവസ്ഥയാണുള്ളത്. അപ്പം ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ആർക്കാണ് മുബാരക്ക് ശേഷം വിജയവും അനുഗ്രഹവും ഉണ്ടായത് എന്ന്. ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.